സ്വാഗതം എല്ലാവർക്കും. വളരെ പ്രധാനപ്പെട്ട മാത്സ് ക്ലാസ്സിലേക്ക്. നമ്മൾ കഴിഞ്ഞ ദിവസം ഫ്രാക്ഷൻസ് അഥവാ ഭിന്നസംഖ്യകളുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് സംസാരിച്ചത്. ഭിന്നസംഖ്യകൾ എന്തൊക്കെയാണ്, അതിൻ്റെ വിവിധ രൂപങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ പ്രധാനപ്പെട്ട ബേസിക് അടിസ്ഥാന ക്രിയകൾ അല്ലേ, ഗുണനം, ഹരണം, അതുപോലെ സങ്കലനം, വ്യവകലനം, കൂട്ടൽ, കുറക്കൽ, അതുപോലെ തന്നെ ഗുണിക്കൽ, ഹരിക്കൽ അല്ലേ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചു. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ നോക്കുന്നത്. എല്ലാവരും നോക്കുക, എക്സാമിന് വരുന്നതാണ്, വന്നിട്ടുള്ളതാണ്, വരാൻ സാധ്യതയുള്ള ഓരോരോ ടൈപ്സ് ആയിട്ട് നമ്മളിപ്പോൾ പറയും. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് എന്ത് ക്വസ്റ്റ്യൻ വന്നാലും ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിന് ശേഷം ഞാൻ നിങ്ങൾ ആവശ്യപ്പെട്ട പ്രകാരം തന്നെ നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്ക് ചർച്ച ചെയ്യണമെന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ SCERT ടെക്സ്റ്റ് ബുക്കിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കംപ്ലീറ്റ് എല്ലാ പാഠഭാഗങ്ങളിലൂടെയും കടന്നുപോകേണ്ട കാര്യമൊന്നുമില്ല. ഒരുപാട് ചാപ്റ്റേഴ്സിന് എന്തൊക്കെയാണ് കുട്ടികൾക്കുള്ള ഈ പ്രൂഫും കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ട് തെളിയിക്കലും കാര്യങ്ങളും അങ്ങനെ എന്തൊക്കെയുള്ള ഒരുപാടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് വരുന്ന ചാപ്റ്റേഴ്സ് മാത്രമേ ചർച്ച ചെയ്യേണ്ടതായിട്ടുള്ളൂ അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള 5ാം ക്ലാസ് മുതൽ പിന്നെ 10ലേക്കൊക്കെ വരുമ്പോൾ ഒരുപാട് ചാപ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഭിന്നസംഖ്യ ഇപ്പോൾ പറഞ്ഞ എന്ത് ചെയ്യുന്നവരും ഈ ഭിന്നസംഖ്യ എന്ന് പറഞ്ഞ ഈ ഒരു സെഷൻ ടച്ച് ചെയ്ത് പോകുന്നത് ഭിന്നസംഖ്യ, പിന്നെ ഇതിൻ്റെ ബേസിക്കായിട്ട് കുറച്ച് കാര്യം പറയാനുണ്ട്. നമ്മൾ ദശാംശം കാര്യങ്ങളൊക്കെ വരാനുണ്ട്. അത് വന്നപാടും എന്ത് ചെയ്യും, അങ്ങനെ 1-2 കാര്യങ്ങൾ ഒരുമിച്ച് വരുന്ന ചാപ്റ്റേഴ്സ് ഉണ്ട്. ഇപ്പോൾ 5ാം ക്ലാസ്സിലേക്ക് വന്നാൽ അവിടെ ഒരു ചാപ്റ്റർ ഉണ്ട്, ഭിന്നസംഖ്യയും ഇതൊക്കെ ദശാംശമൊക്കെ ടച്ച് ചെയ്ത് പോകുന്നത്. 6ലേക്ക് വന്നാൽ അവിടെ ഒരു ചാപ്റ്റർ ഉണ്ട്. പിന്നെ വരുമ്പോൾ അങ്ങനെ നമ്മൾ പോയി ഇപ്പോൾ 9ാം ക്ലാസ്സിലെത്തും, അവിടെ ദശാംശ രൂപങ്ങൾ എന്നൊരു ചാപ്റ്റർ ഉണ്ട്. അതിലൊക്കെ ഈ 2 കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആണ്, ഈ ഭിന്നസംഖ്യ ദശാംശമൊക്കെ. അപ്പോൾ അങ്ങനെ പോകാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അതായത് എല്ലാ ചാപ്റ്ററും നമ്മളിങ്ങനെ ചറവറ പറഞ്ഞു പോകുന്നതിന് പകരം ഒരു ടോപ്പിക് എടുത്താൽ ആ ടോപ്പിക്ക് കണക്ട് ചെയ്ത് പോകുന്ന എല്ലാ ക്ലാസ് 5 മുതൽ അങ്ങ് മേലോട്ടുള്ള എല്ലാ ക്ലാസ്സും നമ്മൾ നോക്കും. അതിൽ ഓരോ ചാപ്റ്റർ ഏതാണ്, ആ ചാപ്റ്റർ വൈസ് നമുക്ക് ചർച്ച ചെയ്യാം. ഓക്കെ, എന്നിട്ട് അടുത്ത ടോപ്പിക്കിലേക്ക് വരുമ്പോൾ അത് വരുന്ന എല്ലാം ഒരുമിച്ച് അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുമ്പോൾ ഒരു കണക്ഷൻ കിട്ടും എന്നാണ് ഞാൻ മനസ്സിലായത്. അല്ലാതെ ഇങ്ങനെ കണ്ടാൽ മാത്സ് ആയതുകൊണ്ടാണ്. മറ്റേത് SCERT മറ്റേതുപോലെയല്ല. സോഷ്യൽ സയൻസ് ഒക്കെ ആകുമ്പോൾ നമുക്ക് എല്ലാം പഠിച്ചു പോകാം. മാത്സ് ആകുമ്പം നിങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല, മറ്റ് വിഷമങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ സെഷനിലേക്ക് വരാം. ഇന്നിപ്പോൾ നമ്മൾ ആദ്യം പഠിക്കേണ്ട ഒരു മെത്തേഡ് എന്ന് വെച്ചാൽ, നിങ്ങളെല്ലാവരും ക്വസ്റ്റ്യനിൽ കണ്ട ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. എന്താണ്, 2 ഭിന്നസംഖ്യ, 2 അല്ലെങ്കിൽ ഒരുപാട് ഭിന്നസംഖ്യകൾ തരും. എന്നിട്ട് അതിൽ ഏറ്റവും വലിയ ഭിന്നം ഏതാണ് അല്ലെങ്കിൽ ഏറ്റവും ചെറിയ ഭിന്നസംഖ്യ ഏതാണെന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, വന്ന് കണ്ടതാണ് അല്ലേ. അപ്പോൾ ശരിക്കും മനസ്സിലാക്കേണ്ട കാര്യം, ഉദാഹരണത്തിന് 1/2 എന്ന് പറഞ്ഞൊരു ഭിന്നസംഖ്യ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തന്നു. 1/2 അതിൻ്റെ കൂടെ തന്നെ 1/3 എന്ന് പറഞ്ഞിട്ട് മറ്റൊരു ഭിന്നസംഖ്യ കൊണ്ട് ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് വരിക. ഈ 2 ക്വസ്റ്റ്യൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, ഈ 2 ഭിന്നസംഖ്യകൾ നമ്മൾ എടുത്താൽ അതിൽ ഏറ്റവും വലുത് ഏത് എന്നാണ് ക്വസ്റ്റ്യൻ വന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുക? ഏറ്റവും വലുത്, ഇതിപ്പോൾ ചെറുതൊക്കെ ആയതുകൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് പറയാൻ പറ്റും ഏതാണ് വലുത് ഏതാണ് ചെറുതെന്നുള്ളത്. പക്ഷേ എല്ലാ കേസിലും നമുക്കത് പറയാൻ പറ്റണമെന്നില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാനുണ്ട്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, അറിയുന്നവരാണെങ്കിൽ നോ പ്രോബ്ലം, അറിയാത്തവരാണെങ്കിൽ ശരിക്കും ശ്രദ്ധിക്കുക. ഇതിപ്പോൾ കാണുമ്പോൾ തന്നെ വേഗം പറയാൻ പറ്റും, അതിന് വേറെ ട്രിക്ക് ഉണ്ട്. ഞാൻ അതിലേക്ക് ഇപ്പോൾ വരുന്നില്ല. നമുക്ക് ആദ്യം ജനറലായിട്ട് വരുന്ന ഒരു കാര്യം പറയാം, എന്നിട്ട് ഓരോ ട്രിക്കായിട്ട് പറയാം. ഓക്കെ, ഇങ്ങനെ ഏത് ചോദിച്ചാലും 2 ഭിന്നസംഖ്യകൾ തന്ന് ചെറുത് അല്ലെങ്കിൽ വലുത് ചോദിച്ചാൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നമ്മൾ അന്ന് കൂട്ടാനും ഗുണിക്കാനൊക്കെ ചെയ്ത പോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിനെ ക്രോസ് ആയിട്ടൊന്ന് ഗുണിക്കുക. നേരെ ക്രോസ് ആയിട്ട് നിങ്ങളിങ്ങനെ ഗുണിക്കുക. ക്രോസ് ആയിട്ട് ഗുണിക്കാൻ നമ്മൾ പഠിച്ചാണ് അല്ലേ. ക്രോസ് എന്ന് പറഞ്ഞാൽ ഒരു ഭിന്നസംഖ്യയുടെ അംശം ഉണ്ടാവും, മറ്റതിൻ്റെ ഛേദം ഉണ്ടാവും. ഇവിടെ അടുത്തതിനും അങ്ങനെയാണ്, ഒരു ഭിന്നസംഖ്യയുടെ അംശം ഉണ്ടാവും, തൊട്ടടുത്തതിൻ്റെ ഛേദം ഉണ്ടാവും അല്ലേ. അങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇതിൻ്റെ അംശവും ഈ ഛേദവും തമ്മിൽ ഗുണിക്കുക. 1 ഗുണിക്കണം 3 എത്ര വരിക? 3 വരിക. ആ 3 എന്ന് പറയുന്നത് ഏത് അംശമാണോ നമ്മൾ എടുത്തത് ആ ഭിന്നസംഖ്യയുടെ മുകളിലേക്ക് നമ്മൾ എഴുതി വെക്കുക. ഇതാ ഇവിടെ അംശം 1 എന്ന് പറഞ്ഞാൽ 1/2 ആണ്. അപ്പോൾ അത് കിട്ടിയ ഗുണനഫലം അതിൻ്റെ മുകളിൽ തന്നെ എഴുതുക. ഇതാ 1 ഗുണിക്കണം 3 വെച്ചാൽ 3 ആണ്. അത് ഇവിടെ എഴുതി വെക്കുക. ഇവിടെയോ അല്ലെങ്കിൽ ഇതിൻ്റെ തൊട്ടടുത്ത് എവിടെയും കയറ്റി എഴുതുക. ഓക്കെ, 3 നമ്മൾ എഴുതി. ഇനി അടുത്തതാ ഇവിടുത്തെ ഈ അംശം 1 ആണ്. ഈ 2ഉം കൂടെ നിങ്ങൾ ഗുണിക്കുക. 1 ഗുണിക്കണം 2 എത്ര കിട്ടുക? 2. അത് അംശം ഏത് സംഖ്യയാണോ അതിൻ്റെ മുകളിൽ എഴുതുക. അംശം 1 ആണ്, 1/3 ആണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ ഇതാ 2 എന്ന് എഴുതുക. ഇനി നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവും, ഇവിടെ 3 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്. അതിൽ ഏറ്റവും വലിയ സംഖ്യ ഏതാണെന്ന് നോക്കിയേ. 3 ആണോ 2 ആണോ? നമുക്ക് എല്ലാവർക്കും അറിയാം ഏതാണ്, 2 അല്ല 3 ആണെന്ന് അറിയാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആ 3 എന്ന് പറഞ്ഞാൽ വലുതായതുകൊണ്ട് അതിൻ്റെ തൊട്ട് താഴെയുള്ള ഭിന്നസംഖ്യ ആയിട്ടുള്ള 1/2 ആണ് ഈ തന്ന 2 വലുത്. ഇതിപ്പോൾ ഏറ്റവും ചെറുതാണ്, ഒരു എക്സാമ്പിൾ കൊടുത്തേ ഉള്ളൂ. ഇങ്ങനെയാണ് കണ്ടെത്തേണ്ടത്. ക്ലിയർ ആയിട്ടുണ്ടോ? ഒരുപാട് ആളുകൾക്ക് കണക്ഷൻ കിട്ടി, ചില ആളുകൾക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. അടുത്ത എക്സാമ്പിൾ അത് സെറ്റ് ആവും. അടുത്ത് നോക്കിക്കോ. 3/4 എന്ന് പറയുന്നൊരു ഭിന്നസംഖ്യ നിങ്ങൾക്ക് തരുന്നു. അതുപോലെ തന്നെ തൊട്ടടുത്ത് ഞാൻ തരുന്നത് ഒരു 2/11 എന്ന് പറഞ്ഞിട്ട് മറ്റൊരു ഭിന്നസംഖ്യയും തന്നു. അപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഇതിൽ ഏറ്റവും വലിയ ഭിന്നസംഖ്യ ഏതെന്നാണ് ഞാൻ ചോദിച്ചത്. ഏറ്റവും വലുത് ഏതെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇപ്പോൾ പറഞ്ഞ ടെക്നിക്ക് വെച്ച് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. എന്ത് ചെയ്താൽ മതി, ഒരു സംശയം വേണ്ട. എന്ത് ചെയ്യണം, നേരെ ക്രോസ് ആയിട്ട് ഗുണിക്കുക. ഇതാ ക്രോസ് ആയിട്ട് ഗുണിക്കുക വെച്ചാൽ ഈ 3ഉം ഈ 11ഉം ഗുണിക്കുക. 3 ഗുണിക്കണം 11 നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എത്രയാണ്, 33 ആണ് അല്ലേ. സംശയമൊന്നുമില്ല, 33 ആണ്. അങ്ങനെ 3 ഗുണിക്കണം 11
33 ആണെങ്കിൽ നേരെ ഇവിടെ ഒന്നും വന്ന് എഴുതാൻ പാടില്ല. ഏത് അംശമാണോ നമ്മൾ എടുത്തത് അതിൻ്റെ മുകളിൽ തന്നെ എഴുതുക. 33 ഞാൻ എഴുതി. അടുത്ത ക്രോസ്. ഇനിയിപ്പോൾ ബാക്കിയുള്ളത് 2ഉം 4ഉം ആണ്. 2 ഗുണിക്കണം 4 എത്രയാ? 8 ആണ്. ആ 8 എഴുതേണ്ടത് നേരെ ഇതാ, ഏതാണ് അംശം വന്നത് അതിൻ്റെ മുകളിൽ 8 എന്ന് എഴുതി. ഇവിടെ 33ഉം 8ഉം കണ്ടാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഏറ്റവും വലുത് ഏതാ? 33 ആണ്. അതുകൊണ്ട് ഏറ്റവും വലിയ ഭിന്നസംഖ്യ ഏതാ? 3/4 ആണ് ഇവിടെ വരിക. ഇനി ചില ചോദ്യത്തിൽ വലിയ ഭിന്നസംഖ്യ എന്ന് പറയുന്നതിന് പകരം ഏറ്റവും ചെറുത് ഏതെന്നും ചോദിക്കും. ഏറ്റവും ചെറുതെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇങ്ങനെ ഗുണിച്ചിട്ട് ഇവിടെ ഏറ്റവും ചെറിയ ഗുണനഫലം ഏതാണെന്ന് നോക്കിയാൽ 8 ആണ് അല്ലേ? അപ്പോൾ ഏറ്റവും ചെറിയ സംഖ്യ ഏതാ? 8ന് തൊട്ട് താഴെയുള്ളതാണ്. ഇവിടെ വലുത് ചോദിച്ചോട്ടെ ഇങ്ങനെയാണ് നമുക്ക് പറയാൻ പറ്റും. മനസ്സിലായോ? ഇങ്ങനെയാണ് നമ്മൾ ക്വസ്റ്റ്യൻ വരിക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സിമ്പിളുമാണ്. ഓക്കെ. ഇനി ഇതേ ക്വസ്റ്റ്യൻ തന്നെ നിങ്ങൾക്ക് എക്സാമിൻ്റെ ഇപ്പോൾ എങ്ങനെ വരുമെന്ന് അറിയോ? ഒരു 4 എണ്ണം ചരവറാതെ വരും. 1/3 അതാ ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു 2/5 അല്ലേ? പിന്നെയോ ഒരു 3/5 അല്ലേ? പിന്നെയോ ഒരു 4/10 ഈ രീതിയിലൊക്കെയാണ് തരുക. നിങ്ങൾക്ക് 4/10 വേണ്ട, 4/11. ഓക്കെ. അപ്പോൾ ഇങ്ങനെ തരുക. എന്നിട്ട് എന്താ ഈ തന്നിരിക്കുന്ന ഭിന്നസംഖ്യകളിൽ ഏറ്റവും വലുതേത് അല്ലെങ്കിൽ ഏറ്റവും ചെറുതേത് എന്നൊക്കെയാണ് ചോദിക്കുക. ഓക്കെ. അപ്പോൾ നമ്മൾ അതിലേക്കാണ് ഇനി വരുന്നത്. അതെങ്ങനെയാണ് ചെയ്യേണ്ടതിൻ്റെ കാര്യം ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ നിങ്ങൾക്ക് പല രീതിയിൽ ചെയ്യാം. ഇവിടെ ഇപ്പോൾ എങ്ങനെ ചെയ്യേണ്ടതെന്ന് അറിയോ? ഒരുപാടെണ്ണം തന്നെ എന്ത് ചെയ്യണമെന്ന് അറിയോ? ഏതെങ്കിലും 2 എണ്ണം വെച്ച് നിങ്ങൾ ആദ്യം ജോഡി എടുക്കുക. തൊട്ടടുത്തടുത്തുള്ള 2 എണ്ണം എടുക്കുക. അതായത് ഏറ്റവും വലുതാണ് നമുക്ക് വേണ്ടതെന്ന് വിചാരിക്കുക. ഏറ്റവും വലുതാണ് വേണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം 2 എണ്ണം എടുക്കുക. അതിന് ഞാൻ പറഞ്ഞ നമ്മളിപ്പോൾ പഠിച്ച ഈ ഒരു പ്രോസസ്സ് നിങ്ങൾ അവിടെ അപ്ലൈ ചെയ്ത് നോക്കിയതാണ്. 1 ഗുണിക്കണം 5 എന്ന് പറഞ്ഞാൽ 5 ആണ് ഞാൻ ഇവിടെ എഴുതി. 2 ഗുണിക്കണം 3 ഇങ്ങോട്ട് ക്രോസ് ആയിട്ട് 2 ഗുണിക്കണം 3 വെച്ചാൽ 6 ആണ് ഞാൻ ഇവിടെ എഴുതി. ഈ 2 എണ്ണത്തിൽ ഏറ്റവും വലുത് ഏതായിരിക്കും? ഇവിടെ 5 ആണ്, ഇവിടെ 6 ആണ്. ഏറ്റവും വലുത് 6 ആണ്. അപ്പോൾ ഇതാണ് വലുത്. അപ്പോൾ ഇതിനങ്ങ് ഒഴിവാക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ല. ഈ 2 എണ്ണത്തിൽ ഇതാണ് ഏറ്റവും വലുത്. ഇനി ഇതും കൂടി തമ്മിൽ നിങ്ങൾ അതേപോലെ ചെയ്യുക. 2 ഗുണിക്കണം 5 വെച്ചാൽ 10 ആണ്. ഞാനിവിടെ 10 എന്ന് എഴുതി. 5 ഗുണിക്കണം 3 വെച്ചാൽ 15 ആണ്. ഞാനിവിടെ 15 എഴുതി. 10ഉം 15 എടുത്ത് ഏറ്റവും വലുത് ഏതാ? 3/5 അല്ലേ? 15 ആണ് വലുത്. തൊട്ട് താഴെ 3/5 അല്ലേ ഭിന്നസംഖ്യ? അപ്പോൾ ഇതും നമുക്ക് ആവശ്യമില്ല. ഈ 2 എണ്ണത്തേക്കാൾ വലുതാണ് 3/5 എന്ന് മനസ്സിലായി. ഇനി നമ്മളിതാ ലാസ്റ്റ് ഇതേപോലെ തന്നെ 3 ഗുണിക്കണം 11 വെച്ചാൽ 33 ആണ്. ഞാൻ ഇവിടെ എഴുതി. 5 ഗുണിക്കണം 4 എന്ന് പറഞ്ഞാൽ നേരെ 20 ആണ്. ഞാനിതാ അംശം വരുന്ന ഭാഗത്ത് തന്നെ എഴുതണം. ഇവിടെ എഴുതി. അപ്പോൾ ഇതാ 33 20 എടുത്ത് ഏറ്റവും വലുത് ഏതാ? ഇത് 33 അല്ലേ? അപ്പോൾ അതിൻ്റെ കൂടെയുള്ള ഈ ഭിന്നസംഖ്യയാണ് ഇത് തന്നതിൽ വലുത്. അപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും. ഇനി ചെറുതാ വേണമെങ്കിൽ ആദ്യം തന്നെ എന്ത് ചെയ്യണം? 2 കൂടി ഗുണിച്ചിട്ട് ഏറ്റവും ചെറുത് ഏതാണ് വരുന്നത് അതെടുക്കുക, വലുതിനെ തട്ടുക. അടുത്ത 2 ഗുണിക്കുക, ചെറുതെടുക്കുക, വലുതിനെ തട്ടുക. അങ്ങനെ വരണം. അതൊക്കെ നമുക്കിപ്പോൾ പറയാം. ക്വസ്റ്റിലേക്ക് നമ്മൾ വരുവാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നതിൽ വലിയ ഭിന്നസംഖ്യ ഏത് എന്നാണ് ചോദിച്ചത്. നമ്മളിപ്പോൾ ചെയ്ത അതേ മെത്തേഡ്. താഴെ തന്നിരിക്കുന്നതിൽ വലിയ ഭിന്നസംഖ്യ ഏത് എന്നാണ് ചോദിച്ചത്. വലിയ ഭിന്നസംഖ്യ ഏത്? നിങ്ങളിവിടെ ഒറ്റയടിക്ക് ഗുണിക്കാൻ പോകുന്നതിനെക്കാട്ടും ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. ആദ്യം എല്ലാവരും ശ്രദ്ധിക്കുക. ഇതൊരു ടൈപ്പാണ്. നിങ്ങൾ നിങ്ങളുടെ ഭാഷയിൽ എഴുതി വെക്കണം. ഇതൊരു ടൈപ്പാണ്. ഒന്നാമത്തെ ടൈപ്പ് എന്താണെന്നറിയോ? ഇവിടെ നോക്കിയേ, 2/7, 3/7, 5/7, 4/7. എല്ലാവരും ശ്രദ്ധിച്ചേ. ഇവിടെ എന്തോ ഒരു പ്രത്യേകത ഉണ്ട്. നോക്കിയേ, 4 ഭിന്നസംഖ്യകളുടെയും അംശവും ഛേദം നമുക്കറിയാം അല്ലേ? മുകൾ ഭാഗത്ത് അംശമാണ്, താഴെ ഭാഗത്ത് ഛേദമാണെന്നൊക്കെ പഠിച്ചു. 4 ഭിന്നസംഖ്യയുടെയും ഛേദങ്ങൾ നോക്കി എല്ലാവരും ഛേദങ്ങളെല്ലാം ഒരുപോലെയാണ് അല്ലേ? ഒരുപോലെയാണ്. ഇതിൻ്റെ അർത്ഥം എന്താ അറിയോ? 7 മാർക്കിൻ്റെ പരീക്ഷയിൽ ഇവന് 2 മാർക്ക് കിട്ടി, 7 മാർക്കിൻ്റെ പരീക്ഷയിൽ ഇവന് 3 മാർക്ക് കിട്ടി, 7 മാർക്കിൻ്റെ പരീക്ഷയിൽ ഇവന് 5 മാർക്ക് കിട്ടി, 7 മാർക്കിൻ്റെ പരീക്ഷയിൽ ഇവന് 4 മാർക്ക് കിട്ടി. എല്ലാവർക്കും നടത്തിയത് ഒരേ മാർക്കിൻ്റെ പരീക്ഷ. അപ്പോൾ ഏറ്റവും കൂടുതൽ കിട്ടിയതായിരിക്കാം. നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. 7 മാർക്കിൻ്റെ 5 മാർക്ക് കിട്ടിയില്ലേ? അപ്പോൾ ഇതാണ് ഏറ്റവും വലുതെന്ന് മനസ്സിലാക്കാം. ഇതാണ് ഒരു ട്രിക്ക്. ഇങ്ങനെ ചെയ്തിട്ടു. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇത്രയേ ഉള്ളൂ. തന്നിരിക്കുന്ന ഭിന്നസംഖ്യകളിൽ ഛേദങ്ങളെല്ലാം ഒരുപോലെയാണെങ്കിൽ, ഛേദമെല്ലാം ഒരുപോലെയാണെന്ന് വിചാരിക്കുക. ഛേദങ്ങളെല്ലാം ഒരുപോലെയാണെങ്കിൽ നിങ്ങളൊന്നും നോക്കണ്ട, അംശങ്ങൾ എടുക്കുക. അതിൽ ഏറ്റവും വലിയ അംശം ഏതാണോ അതാണ് വലിയ ഭിന്നം. ഓക്കെ. അംശം ഏറ്റവും വലുത് ഏതാണോ അതാണ് ഏറ്റവും വലിയ ഭിന്നസംഖ്യ എന്ന് പറയുന്ന സാധനം. അപ്പോൾ നമ്മൾ ആദ്യത്തെ കാര്യം പഠിച്ചു. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. തന്നിരിക്കുന്ന ഭിന്നസംഖ്യകളുടെ ഛേദങ്ങളെല്ലാം ഒരുപോലെയാണെങ്കിൽ ഏറ്റവും വലിയ ഭിന്നമുള്ള ഭിന്നസംഖ്യ ഏതാണോ അതാണ് ഏറ്റവും വലിയ ഭിന്നസംഖ്യ. അത്രയേ ഉള്ളൂ. സിമ്പിൾ അല്ലേ? ഐഡിയ കിട്ടിയോ? എനിക്കിനൊന്നും അറിയില്ലെങ്കിൽ നമ്മളെ ജനറൽ പരിപാടി അങ്ങോട്ടും ഇങ്ങോട്ടും ചറവറ ഗുണിക്കുക. നോക്കിയേ, ഞാൻ ഒന്ന് ഇതിന് മാത്രം കാണിക്കാം. 2 ഗുണിക്കണം 7 ഇവിടെ 14 എന്ന് എഴുതി. 3 ഗുണിക്കണം 7 ഇവിടെ 21 എഴുതി. ഏറ്റവും വലുത് 14, 21 എടുത്താൽ ഇതാണ്. അപ്പോൾ ഇതിനെ വേണ്ട. ഇനി 3 ഗുണിക്കണം 7 എന്ന് വെച്ചാൽ വീണ്ടും 21 തന്നെയാണ്. 5 ഗുണിക്കണം 7 എന്ന് വെച്ചാൽ 35 ഞാൻ ഇവിടെ എഴുതി. 2 എടുത്താൽ 35 വലുത്. അപ്പോൾ ഇതിനെ വേണ്ട. ഇനി ഇതെടുത്ത് 5 ഗുണിക്കണം 7 35 എന്ന് ഞാൻ എഴുതി. 7 ഗുണിക്കണം 4 എന്ന് വെച്ചാൽ 28 ആണ്. അപ്പോൾ 28 35 എടുത്ത് 35 വലുത്. അപ്പോൾ അതിനേക്കാൾ ചെറുതാണ് ഇത് വേണ്ട. അപ്പോൾ നമ്മുടെ ആൻസർ 5/7 ആണ്. അങ്ങനെയും നോക്കാം. എങ്ങനെ വേണം ചെയ്യാം. അടുത്ത ട്രിക്ക്. അടുത്തത് താഴെ തന്നിരിക്കുന്നതിൽ വലിയ ഭിന്നസംഖ്യ ഏത്? 5/9, 7/9, 4/9, 2/9. ഇനിയിപ്പോൾ നിങ്ങൾക്ക് പറയാം, വളരെ എളുപ്പമാണ്. ഒന്നുമില്ല. എല്ലാത്തിൻ്റെയും എന്താ പ്രത്യേകത നോക്കിയതാ, ഇതെല്ലാം ഒരുപോലെയാണ്. ഒരുപോലെയുള്ള ഛേദങ്ങൾ വന്നാൽ അല്ലേ, ഛേദങ്ങൾ ഒരുപോലെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? അംശത്തിൽ ഏറ്റവും വലുത് ഏതാണോ അതാണ് വലിയ ഭിന്നം. നോക്കിയേ, ഇവിടെ അംശം ഏറ്റവും വലുത് ഏതാ? 2 അല്ലേ? ആണോ? 2, 4, 5, 7. അപ്പോൾ 7 ഏറ്റവും വലുത്. അപ്പോൾ നമ്മുടെ വലിയ ഭിന്നം 7/9 ആണ്. കിട്ടിയില്ലേ? വളരെ എളുപ്പത്തിൽ കിട്ടി. ഏറ്റവും വലുത്. ഇനി നിങ്ങളോട് ഇവിടെ ഏറ്റവും തന്നിരിക്കുന്നവയിൽ ചെറിയ
ചെറിയ ഭിന്നസംഖ്യ ഏതെന്ന് ചോദിച്ചാൽ ചെറുതാണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരുപോലെയാണെങ്കിലും അങ്ങനെ ആയതുകൊണ്ട് തന്നെ ഏറ്റവും ചെറിയ അംശം ഏതാണോ അതായിരിക്കും ചെറിയ ഭിന്നം. അത്രയേ ഉള്ളൂ. നേരെ തിരിച്ചിട്ട് അത് നമ്മൾ തിരിച്ചു മറിച്ച് മനസ്സിലാക്കണം. അടുത്തത്, താഴെ തന്നിരിക്കുന്നതിൽ വലിയ ഭിന്നസംഖ്യ ഏത് എന്നാണ് ചോദിച്ചത്. താഴെ തന്നിരിക്കുന്നതിൽ വലിയ ഭിന്നസംഖ്യ ഏത്? ഇതും നമ്മൾ ആദ്യം പഠിച്ച ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് ചെയ്താൽ നിങ്ങൾക്ക് വേഗം കിട്ടും, ഉത്തരം കിട്ടും. പക്ഷേ അതിനേക്കാൾ നല്ല ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നോക്കുമ്പോൾ നോക്കിയാൽ അംശങ്ങളെല്ലാം ഒരുപോലെയാണ്, പക്ഷേ ഛേദങ്ങളെല്ലാം വ്യത്യസ്തമാണ് അല്ലേ? നമ്മൾ നേരത്തെ പഠിച്ച ഒരേ ഛേദമായി വരുന്ന ഭിന്നസംഖ്യകളാണെങ്കിൽ ഏറ്റവും വലിയ അംശം ഏതാണോ അതാണ് ഏറ്റവും വലിയ ഭിന്നം എന്നാണ് പഠിച്ചത്. പക്ഷേ ഇവിടെ നമുക്ക് പഠിച്ച സാധനം അപ്ലൈ ചെയ്യാൻ പറ്റില്ല. നമുക്ക് പണിയൊന്നും. എന്താണ് സാധനം? നോക്കിയേ, എല്ലാത്തിൻ്റെയും ഛേദങ്ങളെല്ലാം മാറി, എല്ലാം വേറെ വേറെയാണ്, പക്ഷേ അംശങ്ങളെല്ലാം ഒരുപോലെയായി അല്ലേ? ഇവിടുത്തെ പ്രത്യേകത എന്താ? അംശങ്ങൾ സെയിം ആണ് അല്ലേ? അംശം എന്ന് പറഞ്ഞാൽ സെയിം ആണ്. ഛേദം എന്ന് പറഞ്ഞാൽ എന്താണ്? ഛേദം എന്ന് പറയുന്ന സാധനം ഡിഫറൻ്റ് ആണ്, മാറ്റമുണ്ട് അല്ലേ? അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയോ? നേരെ ഓപ്പോസിറ്റ്. നേരത്തെ എന്താണോ പഠിച്ചത് അതിൻ്റെ ഓപ്പോസിറ്റ്. നിങ്ങൾ ഒരെണ്ണം മാത്രം പഠിച്ചു വെച്ചാൽ മതി. അംശങ്ങളെല്ലാം ഒരുപോലെ വന്നാൽ നിങ്ങൾ ചെയ്യേണ്ടത്, നമുക്ക് ഏറ്റവും വലിയ ഭിന്നസംഖ്യയാണ് ചോദിച്ചത് അല്ലേ? അപ്പോൾ അംശങ്ങളെല്ലാം ഒരുപോലെ വരുന്ന ഭിന്നസംഖ്യകളിൽ ഏറ്റവും വലുത് കാണാൻ നിങ്ങൾ ചെയ്യേണ്ടത് ഏറ്റവും ചെറിയ ഛേദം ഏതിനാണോ അതായിരിക്കും ഏറ്റവും വലിയ ഭിന്നം. ക്ലിയർ ആവുന്നുണ്ടോ? ഇവിടെയും പോയിട്ട് അംശത്തിൽ ഒരുപോലെ ആയതുകൊണ്ട് നേരെ പോയിട്ട് ഏറ്റവും വലിയ ഛേദം കണ്ടിട്ട് ഇതാ 11 അതുകൊണ്ട് ഇതാണ് ഏറ്റവും വലുതെന്ന് പറയാൻ പാടില്ല. എന്ത് ചെയ്യണം? ഏറ്റവും വലുതാണ് നമുക്ക് വേണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, അംശങ്ങളെല്ലാം ഒരുപോലെയാണെങ്കിൽ ഏറ്റവും ചെറിയ ഛേദം ഏതിനാണോ അതാണ് ഏറ്റവും വലിയ ഭിന്നം. ഏറ്റവും ചെറുത് ഇവിടെ ഏതാണുള്ളത്? 8 അല്ലേ? അപ്പോൾ നമ്മുടെ ആൻസർ 7/8 ആണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇത്രയേ ഉള്ളൂ. അംശങ്ങളെല്ലാം ഒരുപോലെ വരുന്ന ഭിന്നസംഖ്യകളിൽ ഏറ്റവും ചെറിയ ഛേദമായി വരുന്ന ഭിന്നസംഖ്യ ഏതാണോ അതാണ് ഏറ്റവും വലിയ ഭിന്നം. നിങ്ങളോട് ഏറ്റവും ചെറിയ ഭിന്നസംഖ്യയാണ് ചോദിക്കുന്നത്, എന്ത് ചെയ്യണം? ഛേദത്തിൽ ഏറ്റവും വലുത് ഏതാണോ അതാണ് ചെറിയ ഭിന്നം. ഓക്കെ, അപ്പോൾ അത് ശരിക്കും ഒന്ന് മനസ്സിലാക്കി വെക്കുക. ആദ്യത്തെ 1 പഠിച്ചാൽ മതി, തിരിച്ചു മറിച്ചൊന്നും നോക്കണ്ട. ഇനി അതും കിട്ടുന്നില്ല, നമ്മൾ മറ്റേ ട്രിക്ക് ഇതാ, ക്രോസ് ആയിട്ട് ഗുണിക്കുക. 7 × 11 77 അല്ലേ? 7 × 9 9 × 7 63 അല്ലേ? അപ്പോൾ നമുക്ക് വലുതാണ് വേണ്ടത്. അപ്പോൾ 77ൻ്റെ കൂടെ ഇതാണ് വലുത്. ഇത് രണ്ടിലും നോക്കിയാൽ ഇതാണ് വലുത്. അപ്പോൾ നമുക്ക് 7/11 ഒഴിവാക്കാം. ഇനി വീണ്ടും ഞാൻ അടുത്ത ക്രോസാണ്. അടുത്ത ക്രോസിലേക്ക് പോയി 7/9 7/10 വേണമെങ്കിൽ അതിൻ്റെ തൊട്ടടുത്ത് എഴുതാം. 7/9 എന്ന് എഴുതാം. ഇതാ 7 × 10 ക്രോസ് 70 വരിക. 7 × 9 9 × 7 എത്രയാണ്? 9 × 7 ഇപ്പം നമ്മൾ പറഞ്ഞതേ ഉള്ളൂ 63. ഇവിടെയും ഏതന്നെയാണ് വലുത്? 7/9 തന്നെയാണ് വലുത്. ഇത് ചെറുതാണ്, അതിനെയും തട്ടി. അടുത്ത നമുക്ക് 7/9 7/8 ഞാൻ 7/9 തൊട്ടടുത്ത് എഴുതാം. ഇത് രണ്ടും ഗുണിക്കുക. 7 × 9 9 7 63. 7 × 8 എത്രയാ? 7 × 8 56 7 56 അല്ലേ? ഏറ്റവും വലുത് 63. അപ്പോൾ നമ്മൾ ആൻസർ 7/8 ആണ്. അങ്ങനെയും ചെക്ക് ചെയ്യാം. അപ്പോൾ 2 പോയിന്റ് നമ്മൾ ഇപ്പോൾ പഠിച്ച 2 പോയിന്റിൽ തന്നിരിക്കുന്ന ഭിന്നസംഖ്യകളുടെ എല്ലാത്തിൻ്റെയും ഛേദങ്ങൾ ഒരുപോലെയാണെങ്കിൽ ഏറ്റവും വലിയ ഭിന്നസംഖ്യ കാണാനായിട്ട് ഏറ്റവും വലിയ അംശമുള്ളത് ഏതാണോ അതായിരിക്കും. ഓക്കെ, എന്നാൽ തന്നിരിക്കുന്ന എല്ലാ ഭിന്നസംഖ്യകളുടെയും ഛേദങ്ങൾ വ്യത്യസ്തവും അംശം ഒരുപോലെയാണ് വരുന്നതെങ്കിൽ എന്ത് ചെയ്യണം? ഒരുപോലെയുള്ള അംശമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഛേദങ്ങളിൽ ഏറ്റവും ചെറുത് ഏതാണോ വരുന്നത് ആ ഭിന്നസംഖ്യ ആയിരിക്കും ഏറ്റവും വലുത്. ആ 2 കാര്യങ്ങളും വേണമെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, അടുത്തതാ സാധാരണ ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്നതിൽ വലിയ ഭിന്നസംഖ്യ ഏത്? വലിയ ഭിന്നസംഖ്യ നോക്കിയേ, എല്ലാത്തിലും അംശങ്ങൾ ഒരുപോലെയാണ്, ഛേദങ്ങൾ വെവ്വേറെയാണ്. ഛേദങ്ങൾ വെവ്വേറെയാണെങ്കിൽ ഏറ്റവും വലുതാണ് നമുക്ക് വേണ്ടത്, വലിയ ഭിന്നസംഖ്യയാണ് വേണ്ടത്. എന്ത് ചെയ്യണം? അംശങ്ങളെല്ലാം ഒരുപോലെയായാലും നമ്മൾ പഠിച്ചു, അംശങ്ങൾ സെയിം ആയാൽ ഏറ്റവും ചെറിയ ഛേദം ഏതാണോ അതാണ് ഏറ്റവും വലിയ ഭിന്നസംഖ്യ അല്ലേ? ഏറ്റവും വലിയ ഭിന്നം കിട്ടണമെങ്കിൽ ഏറ്റവും ചെറിയ ഛേദം അല്ലേ? അത്രയേ ഉള്ളൂ. ഏറ്റവും ചെറിയ ഛേദമാണ് വേണ്ടത് വലിയ ഭിന്നം കിട്ടാൻ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഏറ്റവും ചെറുത് ഇതാ 4 5 7 ഏറ്റവും ചെറുത് ഇതാണ്. അപ്പോൾ 3/4 നമ്മുടെ ആൻസർ ആയിട്ട് ഇവിടെ വരിക. ഓക്കെ, 3/4 ആൻസർ. ക്രോസ് ആയിട്ട് കിട്ടുന്നില്ല, നിങ്ങൾ നോക്കിക്കോ, അത് നിങ്ങൾ ചെക്ക് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ സ്പീഡാക്കാനൊന്നുമില്ല, നമ്മൾ മനസ്സിലായ കാര്യമാണെന്ന് വിചാരിക്കുന്നത്, അതുകൊണ്ടാണ് കുറച്ച് വേഗം പോയത്. അടുത്തത്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ വലിയ ഭിന്നസംഖ്യ ഏത്? വലിയ ഭിന്നസംഖ്യ ഏത് എന്നാണ് ചോദിച്ചത്. ഇതിലേക്ക് വരുമ്പോൾ നോക്കിയാൽ ഒന്നും നമുക്ക് ചെയ്യാൻ കഴിയും. 4 എല്ലാത്തിൻ്റെയും ഛേദങ്ങളും അംശങ്ങളും എല്ലാം വേറെ വേറെയാണ്. അപ്പോൾ ഏറ്റവും വലുത് ഏത് ഏറ്റവും ചെറുത് ഏത് ചോദിച്ചാൽ ഒരു വഴിയില്ല. എന്ത് ചെയ്യുക? ഒന്നും നോക്കണ്ട, എല്ലാം ഒരുപോലെ വ്യത്യസ്തമായിട്ടാണ് വരുന്നെങ്കിൽ നേരെ നമ്മുടെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ഷറവറ അടുത്തടുത്തിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരയിടുക. ഇതാ കാണാൻ പോവുന്നത് നോക്കിക്കോ, ഇതാ വേറെ ഒന്നും നടക്കില്ല. നോക്കിക്കോ, 4 5 ഞാൻ ഗുണിക്കാൻ പോയി. 4 × 5 ക്രോസ് 4 5 20 ആണ്. ഇത് അംശം വരുന്ന 4 ആയതുകൊണ്ട് 20 എന്ന് എഴുതി. 2 × 7 14 ആണ്, അംശം 2 ആണ്. അപ്പോൾ ഞാൻ ഇവിടെ എഴുതി 20ഉം 14 നോക്കുമ്പോൾ ഏറ്റവും വലുത് 20 ആണ്. അപ്പോൾ 14 നമുക്ക് വേണ്ട അല്ലേ? കാരണം നമുക്ക് വലിയ ഭിന്നസംഖ്യ വലുതാണ് വേണ്ടത്. ഈ 2 എണ്ണത്തിൽ ഏറ്റവും വലുത് 4/7 ആയതുകൊണ്ട് ഇതിനെ ഞാൻ വെട്ടി. ഇനി ഏറ്റവും ചെറുതാണ് നിങ്ങളോട് ചോദിച്ചാൽ എന്ത് ചെയ്യുക? ഏറ്റവും ചെറുതാണ് നമുക്ക് വേണ്ടത്, വലുതിനെ തട്ടുക. ഇവിടെ വലുത് വേണ്ടതുകൊണ്ട് ചെറുതിനെ ഞാനെങ്കിൽ തട്ടി. ഇനി 4/7 3/4 നിങ്ങൾ നോക്കിയേ. 3/4 തൊട്ടടുത്ത് വേണമെങ്കിൽ 4/7 എഴുതാം. അപ്പോൾ നമുക്ക് ക്രോസ് ആയിട്ട് ഗുണിക്കാം. ഇതാ 3 × 7 ഞാൻ എഴുതാൻ പോയത് 3 7 21 ഞാൻ എഴുതി. 4 × 4 ഇതാ ഞാൻ ഇങ്ങോട്ട് ക്രോസ് ചെയ്തു 16 ആണ്. ഇത് രണ്ടും നോക്കുമ്പോൾ ഏറ്റവും വലുത് 21 ആണ്. അപ്പോൾ തൊട്ട് താഴെയുള്ള ഭിന്നസംഖ്യയായ 3/4 ആണ് ഏറ്റവും വലുത് അല്ലേ? അപ്പോൾ 4/7 നമ്മൾ തട്ടി, അതിൻ്റെ ആവശ്യമില്ല. ക്ലിയർ അല്ലേ? അപ്പോൾ 4/7 നമുക്ക് വേണ്ടാന്ന് മനസ്സിലായി.
ഇനി അടുത്തത് എന്താ ചെയ്യേണ്ടത്? 3/4 5/9 തമ്മിലുള്ള ബന്ധം നമ്മൾ നോക്കുന്നത്. 3/4 9 സോറി 3 ഗുണിക്കണം 9 27 5 ഗുണിക്കണം 4 20. അപ്പോൾ ഇതിലേക്ക് വരുമ്പോൾ എന്താ കിട്ടിയത് മനസ്സിലായി നോക്കിയേ. 20 27 നോക്കിയാൽ ഏറ്റവും വലുത് 27. അപ്പോൾ നമുക്ക് അതിൻ്റെ തൊട്ട് താഴെ വരുന്ന ഭിന്നമായ 3/4 ഇവിടെ ഏറ്റവും വലുത് എന്നുള്ള കാര്യം മനസ്സിലായി. ഓക്കെ, അത്രയേ ഉള്ളൂ, സിമ്പിളാണ്. ഇതാണ് നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഏറ്റവും ചെറുത് ഏത് ഏറ്റവും വലുത് എന്നുള്ള കാര്യം. ഇനി ഇതാ ഒരു ചോദ്യം കൂടെ തരാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ചെറിയ ഭിന്നസംഖ്യ ഏത് എന്നാണ് ചോദിച്ചത്. പറയാൻ കിട്ടുന്നുണ്ട്. നോക്കിയേ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ചെറിയ ഭിന്നസംഖ്യ ഏത്? ഒന്ന് വീഡിയോ പോസ്റ്റ് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. നോക്കി വേഗം ഞാൻ ഇപ്പോൾ പറയാം. താഴെ കൊടുത്തിരിക്കുന്നതിൽ ചെറിയ ഭിന്നം. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമുക്ക് നോക്കാം. ഏറ്റവും ചെറുതാണ് ചോദിച്ചത്. ആദ്യം നോക്കണേ, ചെറിയ ഭിന്നമാണ്, ചെബിയാണ്, ചെറിയ ഭിന്നം. ഓക്കെ, നോക്കാം. ആദ്യം ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ 3 ഗുണിക്കണം 6 എന്താ വരിക? 3 ഗുണിക്കണം 6 18 അല്ലേ? 16 സോറി 18 3 6 18. അടുത്ത 5 ഗുണിക്കണം 7 ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. 5 ഗുണിക്കണം 7 35 അല്ലേ? 18 35 നോക്കിയാൽ ഏറ്റവും വലുത് ഏതാ? 35. അപ്പം വലിയ ഭിന്നം ചോദിച്ചാൽ 5/6 എടുക്കേണ്ടത്. പക്ഷേ ഇവിടെ ചെറുതാണ് ചോദിച്ചത്. ചെറുത് ചോദിച്ചാൽ ചെറുത് മാത്രം നമുക്ക് വേണ്ടത്. ഈ രണ്ടെണ്ണത്തിൽ അപ്പോൾ ഏറ്റവും ചെറുത് ഏതാണ് നോക്കിയേ. ഇവിടെ ചെറുത് 18 ആയതുകൊണ്ട് ചെറിയ ഭിന്നം 18 3/7 അല്ലേ ഈ രണ്ടെണ്ണത്തിൽ. അപ്പോൾ നമുക്ക് 5/6 വേണ്ട, അതിനെ നമ്മൾ തട്ടി. അടുത്തത് ഇനി 3/7 8/9 നോക്കിയാൽ അതിൽ ചെറുതേതാണെന്നാണ് നമ്മൾ അടുത്തത് നോക്കാൻ പോകുന്നത്. ഞാൻ ആ 3/7 ഇതിൻ്റെ തൊട്ടടുത്ത് എഴുതാം. 3/7 ഞാൻ എടുത്തു. 3 ഗുണിക്കണം ക്രോസ് 9 3 9 27 എന്ന് ഞാൻ എഴുതി വെച്ചു. അടുത്ത 8 ഗുണിക്കണം 7 7 8 56 അല്ലേ എഴുതി. അപ്പോൾ അതിൽ ഈ ഏറ്റവും വലുത് 56. അപ്പോൾ ഈ രണ്ടും നോക്കിയാൽ വലിയ ഭിന്നം 8/9 മനസ്സിലായി അല്ലേ? അപ്പോൾ നമുക്ക് ചെറുതാണ് വേണ്ടത്. അപ്പോൾ മാറാൻ പാടില്ലേ, ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധിക്കണം. ക്വസ്റ്റ്യൻ ചെറുതാണ് വേണ്ടത്. അപ്പോൾ ചെറുത് 3/7 ആയതുകൊണ്ട് നമുക്ക് അത് വേണം, ഇതിനെ വേണ്ട. അപ്പോൾ ഇതിനെയും നമ്മളിവിടുന്ന് തട്ടി. ഇനി ഇതും തമ്മിലുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നോക്കിക്കോ, ഞാൻ 3/7 പിടിച്ച് ഇതിൻ്റെ തൊട്ടടുത്തേക്ക് എഴുതാം, നമുക്ക് തെറ്റില്ല. അല്ലെങ്കിൽ ഇപ്പോൾ ദൂരത്തേക്കെല്ലാം വരക്കുമ്പോൾ സംശയം വരും. 9 ഗുണിക്കണം 7 എത്ര വരിക? 9 ഗുണിക്കണം 7 63 63 ആണല്ലേ? 9 അത് 3 × 11 33 വരിക. 3 ഗുണിക്കണം 11 33. ഓക്കെ, അപ്പോൾ നമ്മളോട് ചോദിച്ചാൽ ഏറ്റവും ചെറുതാണ് എപ്പോഴും കൊടുത്തിരിക്കണേ. ചിലപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പിൽ എത്തുമ്പോൾ നമ്മൾ വലുതെന്ന് വിചാരിച്ച് അങ്ങ് പോകും. അങ്ങനെ പോകാൻ പാടില്ല. ഏറ്റവും ചെറുതാണ് ചോദിച്ചത്. അപ്പോൾ ചെറുത് ചോദിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ 33 ചെറിയ നമ്പർ, അതിൻ്റെ തൊട്ട് താഴെ വരുന്നത് 3/7 ഏറ്റവും ചെറിയ ഭിന്നം. അപ്പോൾ ഇത് നമുക്ക് വേണ്ട. അപ്പോൾ നമ്മുടെ ആൻസർ 3/7 കറക്റ്റായിട്ടുള്ള ആൻസർ. 3/7. ഓക്കെ, ചെറിയ ഭിന്നസംഖ്യ കിട്ടി. മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ചെറുത് ഏത് വലുത് ഏതെന്ന് ചോദിച്ചാൽ ചെയ്യേണ്ട കാര്യം. അപ്പോൾ ഒന്നാമത്തെ മെത്തേഡ് പഠിച്ചു. ചെറിയ ഭിന്നവും വലിയ ഭിന്നവും കണ്ടാൽ തിരിച്ചറിയാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ? ഇത് മാത്രം ഒരു ക്ലാസ് ആയിട്ട് ചെയ്യേണ്ടതാണ്. പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ അങ്ങനെ പഠിച്ചു, നമ്മൾ ഉറപ്പായിട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ അങ്ങനെ ആകുമ്പോൾ ഒരുപാട് ഇങ്ങനെ സമയം പോകും. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അറിയുന്നവർ കൂടുതലായിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഒരുപാട് ടൈപ്പ് ചോദ്യങ്ങൾ നമ്മളിപ്പോൾ ഇതിൽ ചർച്ച ചെയ്യുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, 8 2/3 ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ 1 കിട്ടും എന്നാണ് ചോദ്യം. 8 2/3 എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം ഇത് എന്ത് ഭിന്നമാണ്? മിശ്ര ഭിന്നമല്ലേ? മിശ്ര ഭിന്ന സംഖ്യയല്ലേ? അല്ലേ? ആണ്, മിശ്ര ഭിന്ന സംഖ്യയാണ് അല്ലേ? അതിൻ്റെ ഇടയിൽ ഒരു കമൻറ്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇങ്ങനെ ക്ലാസ് ചെയ്യുന്നതിൽ നല്ല ബോർഡ് ഉപയോഗിച്ച് ചെയ്യണം എന്നുള്ളൊരു കമൻറ്റ് കണ്ടു. ബോർഡൊക്കെ നമുക്കിപ്പോൾ നാട്ടിലാണുള്ളത്, ഞാൻ വേറെ ഇതിലുള്ളത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ബോർഡ് അത്രയും വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞ് ഞാൻ നോക്കാം, അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഞാൻ അതിലേക്ക് അങ്ങോട്ട് മാറുമ്പോൾ ചെയ്യാം. ഓക്കെ, ഇതിപ്പം ഇങ്ങനെ ചെയ്യുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് പറയണം. മനസ്സിലായി? ഇതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് സിസ്റ്റവും കാര്യങ്ങളും വെച്ച് വേഗം ചെയ്യാൻ പറ്റും. ഓക്കെ, അതിപ്പോൾ നമുക്ക് എവിടെ പോയിട്ടും വേണമെങ്കിൽ ഇപ്പോൾ പാർക്കിലോ എവിടെയെങ്കിലും പോയി ഏകാന്തമായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കാൻ ഒറ്റയ്ക്കുള്ള സ്ഥലം കിട്ടിയാൽ നമുക്ക് എവിടെ നിന്ന് നമുക്ക് ഇത് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. ക്ലിയർ? നോക്കാം, നമുക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് പറയാം. എന്തായാലും പെട്ടെന്ന് ഉണ്ടാവില്ല, കുറച്ച് ടൈം എടുക്കും. ഓക്കെ, അപ്പോൾ മിശ്ര ഭിന്നം എന്താണെന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞു. ഇതാ നോക്കിയാൽ മിശ്ര ഭിന്നം നമ്മൾ അന്നേ പറഞ്ഞു, ഒരു പൂർണ്ണസംഖ്യയും അതിൻ്റെ കൂടെ ഒരു സാധാരണ ഭിന്നവും കൂടി ഉള്ളതാണ് മിശ്ര ഭിന്നം അല്ലേ? അപ്പോൾ ഈ സംഖ്യയെ ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ 1 കിട്ടുന്നതാണ് ചോദിച്ചത്. 1 നമുക്ക് ഉത്തരം കിട്ടേണ്ടത്. അതായത് ഞാനിപ്പോൾ ചോദിക്കുന്നത് 5നെ ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ 10 കിട്ടുമെന്ന് ചോദിച്ചാൽ നിങ്ങളെല്ലാവരും പറയും 5നെ 2 കൊണ്ട് ഗുണിച്ചാൽ 10 കിട്ടും അല്ലേ? അല്ലെങ്കിൽ 100നെ ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ 200 കിട്ടും അല്ലെ 300 കിട്ടും എന്ന് വെച്ചാൽ നിങ്ങൾ തന്നെ പറയും 100നെ 3 കൊണ്ട് ഗുണിച്ചാലാണ് 300 കിട്ടുക ആണല്ലോ. അതുപോലെ 8 2/3 ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ 1 കിട്ടുന്നതാണ് ചോദിക്കുന്നത്. അതിന് ഒരു പണിയില്ല, ഒന്നുമില്ല. നിങ്ങൾ നോക്കുക, 8 2/3 എന്ന് വെച്ചാൽ ഒരു മിശ്ര ഭിന്നാണ് അല്ലേ? മിശ്ര ഭിന്നത്തെ രൂപത്തിൽ എന്തെങ്കിലും തന്നാൽ നിങ്ങൾ അടുത്ത സ്റ്റെപ്പിൽ അതിന് എന്ത് ചെയ്യണം? നേരെ എന്ത് ചെയ്യുക? അതിനെ വിഷമ ഭിന്നത്തിലേക്ക് മാറ്റുക. നമ്മൾ അന്ന് പഠിച്ചാണെങ്കിൽ വിഷമ ഭിന്നത്തിലേക്ക് മാറ്റാൻ നമ്മൾ പഠിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലേ? 8 കൂട്ടണം 2/3 വിഷമ ഭിന്നത്തിലേക്ക് മാറ്റാനുള്ള ട്രിക്ക് അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ക്രോസ് ആയിട്ട് ഗുണിച്ചു. 3 ഗുണിക്കണം 8 എന്ത് കിട്ടും? ഇത് ഗുണിക്കാനാണ് പറഞ്ഞത്. 3 8 24. അതിൻ്റെ കൂടെ എത്ര കൂട്ടിയാൽ മതി? ഈ 2 കൂട്ടണം അല്ലേ? അതിൻ്റെ തൊട്ട് താഴെ എന്ത് ചെയ്യുക? ഇവിടെ എത്രയാണോ അതന്നെ എഴുതി 24 2 26/3 എന്നാണ് നമുക്ക് കിട്ടുക അല്ലേ?
ആണല്ലോ. അപ്പോൾ ഇതാണ് നമ്മൾ ഇതിനെ നേരെ വിഷമ ഭിന്നത്തിലേക്ക് മാറ്റിയപ്പോൾ കിട്ടിയ ഭിന്നസംഖ്യ 26/3. അതായത് 8/2/3 എന്ന് പറഞ്ഞാലും 26/3 എന്ന് പറഞ്ഞാലും തുല്യമാണ്. ഇനി അതിനെ ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ 1 കിട്ടുന്നില്ല ചോദിച്ചത്. അപ്പോൾ ഒരു ഭിന്നസംഖ്യയെ മറ്റേതെങ്കിലും ഒരു സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ 1 കിട്ടണമെങ്കിൽ ആ സംഖ്യ എന്ന് പറയുന്നത് ആദ്യം തന്ന ഭിന്നസംഖ്യ എത്രയാണോ അതിൻ്റെ തലതിരിച്ചെഴുതിയാൽ കിട്ടുന്ന സാധനമായിരിക്കും. വ്യുൽക്രമം എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഒരു ഭിന്നസംഖ്യയെ അതിൻ്റെ വ്യുൽക്രമം കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? 1 കിട്ടും. വ്യുൽക്രമം. ഓക്കെ, റെസിപ്രോക്കൽ എന്ന് പറയും വ്യുൽക്രമം. തലതിരിച്ചെഴുതുന്ന പരിപാടി അതൊന്നും പഠിക്കണ്ട. നിങ്ങൾ എന്ത് ചെയ്യുക? ഇതിൻ്റെ തലതിരിച്ചെഴുതിയിട്ട് എത്രയാണ് നമ്പർ കിട്ടുന്നത് അതുകൊണ്ട് ഗുണിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? 1 കിട്ടും. അപ്പോൾ അതാ നോക്കിക്കോ, തലതിരിച്ചെഴുതിയാൽ കിട്ടുന്ന നമ്പർ എത്രയാണ്? 26/3 എത്ര കൊണ്ട് ഗുണിക്കണം? 3/26 കൊണ്ട് ഗുണിച്ചാലാണ് 1 കിട്ടുക. അതിൻ്റെ കാര്യത്തിലുള്ള ഇവിടെ ഈ 3 കട്ട് ചെയ്തു 26 അങ്ങ് പോകും. അപ്പോൾ ആൻസർ 1 വരിക. അപ്പോൾ 3/26 ആൻസർ നമ്മൾ ഓപ്ഷൻ ഉണ്ടോ നോക്കിയേ, നേരെ വന്ന് ഇതാ 3/26 ഇതകടിയുള്ളത്. അപ്പോൾ ഏത് ഭിന്നസംഖ്യയും എത്ര കൊണ്ട് ഗുണിച്ചാലും 1 കിട്ടുമെന്ന് ചോദിച്ചാൽ നിങ്ങൾ ചെയ്യേണ്ടത് വെറും ഭിന്നസംഖ്യ ആണെങ്കിൽ അതിൻ്റെ തലയിരിച്ചെഴുതിയാൽ മതി. ആ കിട്ടുന്നത് തന്നെയാണ് ഉത്തരം. ഇനി അല്ല മിശ്ര ഭിന്നത്തിലാണ് തരുന്നതെങ്കിൽ ഇതുപോലെ മിശ്ര ഭിന്നത്തിലാണ് തരുന്നെങ്കിൽ എന്ത് ചെയ്യുക? അതിനെ വിഷമ ഭിന്നത്തിലേക്ക് മാറ്റുക, എന്നിട്ട് തലയിരിച്ചെഴുതുക. ആ സംഖ്യ എടുത്ത് ആൻസറിലേക്ക് എഴുതിയാൽ മതി. ഓക്കെ, സിമ്പിൾ അല്ലേ? ഇതിനെ നമ്മൾ തലയിരിച്ച് മിശ്ര ഭിന്നമാണ്, വിഷമ ഭിന്നത്തിലേക്ക് മാറ്റിയപ്പോൾ 26/3 അതിനെ തലയിരിച്ചെഴുതിയ നമ്പറാണ് 3/26. അതാണ് നമ്മുടെ ആൻസർ. അപ്പോൾ 8/2/3 ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ 3/26 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? 1 കിട്ടും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അടുത്ത ക്വസ്റ്റ്യൻ ഇത് വേറെ ക്വസ്റ്റ്യൻ ആണ്. നോക്കിയേ, 2 മിശ്ര ഭിന്നങ്ങൾ ഗുണിക്കാനാണ്. ഇതൊക്കെ ഈ ചെയ്യുന്നതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ ഈ ഉൾപ്പെടുത്തലിൽ ചോദ്യങ്ങൾ മുന്നേ ചോദിച്ച ചോദ്യങ്ങളാണ് ഓരോന്നായിട്ട്. ഓക്കെ, ഞാൻ വീണ്ടും പറയാത്തതാണ്, ഓരോ ചോദ്യങ്ങളായിട്ട് ഇവിടെ കൊടുത്തു തന്നേ ഉള്ളൂ. ഇതാ 6/1/4 ഗുണിക്കണം 2/4/5 എത്ര എന്നാണ്. ഇപ്പം വരുന്ന ക്വസ്റ്റ്യൻ ആകുമ്പോൾ ഇതിനെക്കാളും കുറച്ചും അഡ്വാൻസ് ലെവലാണ് വരിക. കുറച്ചും കൂടി 1-2 എണ്ണം അധികം ടേംസ് വരും. ഓക്കെ, അപ്പോൾ ഇതാ 6/4 ഗുണിക്കണം 2/4/5 ഇത് രണ്ടും കൂടെ ഗുണിച്ചാൽ എത്ര കിട്ടുന്നതാണ് ചോദിച്ചത്. എന്താ ചെയ്യേണ്ടേ? ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞു, എന്ത് വന്നാലും മിശ്ര ഭിന്നത്തിൽ വന്നാൽ ഒറ്റയടിക്ക് എന്ത് ചെയ്യുക? അതിനെ നേരെ വിഷമ ഭിന്നത്തിലേക്ക് മാറ്റുക, എന്നിട്ട് ആൻസർ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഓക്കെ, അത് തെറ്റാതെ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ കൺഫ്യൂഷൻ വരും നിങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം 6/1/4 വിഷമ ഭിന്നത്തിലേക്ക് മാറ്റാം. എത്ര വരിക? ഇനി നമ്മൾ വീണ്ടും പറയേണ്ട കാര്യമൊന്നുമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നേരെ ഗുണിക്കുക അല്ലേ? 6-4 ഗുണിച്ചു എത്ര വരിക? 24 അതിനോട് 1 കൂട്ടി 25. അപ്പോൾ 25/4 നമുക്ക് എഴുതാൻ പറ്റും. ആണല്ലോ. അടുത്തത് 2/4/5 ഇതേപോലെ മാറ്റിയാൽ എന്ത് കിട്ടും? 2 ഗുണിക്കണം 5 എന്ന് പറഞ്ഞാൽ 10 10ൻ്റെ കൂടി 4 കൂട്ടിയാൽ 14 14/5 എന്നാണ് കിട്ടുക അല്ലേ? അപ്പോൾ 2 മിശ്ര ഭിന്നങ്ങളെയും നമ്മൾ ഇതാ വിഷമ ഭിന്നത്തിലേക്ക് മാറ്റി. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് 6/1/4 ഗുണിക്കണം 2/4/5 എന്ന് പറഞ്ഞാലും നേരെ ഇതാ 25/4 ഗുണിക്കണം 14/5 എന്ന് പറഞ്ഞാൽ തുല്യം തന്നെയല്ലേ? നോക്കിയാൽ എല്ലാവരും ശരിക്കും നോക്കിയാൽ രണ്ടും തുല്യം തന്നെ ആണ്. ഇനി അത് രണ്ടും നമ്മൾ ഗുണിച്ചാൽ മതി. അതിൻ്റെ അടുത്ത് ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാം, ഇവിടെ തന്നെ എഴുതി കാണിക്കാം. 25/4 ഗുണിക്കണം 14/5 നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം. രണ്ടിൻ്റെ അംശങ്ങൾ തമ്മിൽ ഗുണിക്കുക. നമ്മൾ പറഞ്ഞിട്ട് ഭിന്നസംഖ്യകൾ ഗുണിക്കുക എന്ന് വെച്ചാൽ രണ്ടിൻ്റെ അംശങ്ങൾ തമ്മിൽ ഗുണിക്കലാണ്. എന്താ 25 ഗുണിക്കണം 14/4 ഗുണിക്കണം 5 എന്നാണ്. ഇത് രണ്ട് രീതി ചെയ്യാം. ഒന്ന്, ചില ആളുകൾ ഇത് രണ്ടും കൂടെ ഗുണിച്ച് വലിയൊരു സംഖ്യ ആക്കല്ല. 25 ഗുണിക്കണം 14 അല്ലേ? എത്ര കിട്ടുക? 250 അല്ലേ? എത്ര? 350 ആൻസർ കിട്ടും അല്ലേ? പിന്നെയോ 25 10 കൊണ്ട് ഗുണിച്ചാൽ നിങ്ങൾക്കറിയാം 250 ആണ്, 250 ആണ്, 250 ആണ്. 4 കൊണ്ട് 25 ഗുണിച്ചാൽ 100 ആണ് അല്ലേ? അപ്പോൾ 350 എന്ന് വരും അല്ലേ? അപ്പോൾ അതിന് 350/4 × 5 20 എന്നൊക്കെ എഴുതും. അപ്പോൾ 350/20 എന്ന് വെച്ചാൽ 35/2 17.5 എന്നാണ് വരും ആൻസർ അല്ലേ? ഒറ്റയടിക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. അതാണ് ഏറ്റവും നല്ല ട്രിക്ക് ഞാൻ പറഞ്ഞു. അങ്ങനെ ഗുണിച്ച് വേണം നിങ്ങൾക്ക് എഴുതാം. ഇതാ 25 ഗുണിക്കണം 14 നിങ്ങൾ സൈഡിൽ ഗുണിച്ച് നോക്കിയാൽ 25 ഗുണിക്കണം 14 ചെയ്താൽ നിങ്ങൾക്ക് എത്ര കിട്ടും? 350 കിട്ടും അല്ലേ? 350 എന്ന് എഴുതി. തൊട്ട് താഴെ 4 ഗുണിക്കണം 5 20 എന്നാണ്. ഇനി രണ്ടിലും ഒരേ ഒരു പൂജ്യങ്ങളിലുണ്ട്, 2 പൂജ്യം അങ്ങ് കളഞ്ഞു. അപ്പോൾ ആൻസർ എന്ത് വരും? 35. കറണ്ട് പോയിട്ടുണ്ടേ, സോറി, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. 35/2 എന്നാണ് കിട്ടുക. 35/2 വെച്ച് എന്താ? 35നെ 2 കൊണ്ട് ഹരിക്കണം എന്നാണ് പറയുന്നത്. ഇതിൻ്റെ അർത്ഥം എന്താ? 17ൻ്റെ പകുതി എന്നല്ലേ? 17ൻ്റെ പകുതിയെ 17.5 എന്ന് എഴുതാം, അല്ലെങ്കിൽ 17/1/2 എന്ന് എഴുതാം. രണ്ടും കറക്റ്റ് അല്ലേ? 17.5 അങ്ങനെ ചെയ്യാം. ഇതാണ് എളുപ്പം. അല്ലെങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ വലിയ നമ്പറൊക്കെ ആകുമ്പോൾ ഇങ്ങനെ ഗുണിച്ചെഴുതുമ്പോൾ ഒരുപാട് വലിയ സംഖ്യയൊക്കെ വരും. അതിന് ഒഴിവാക്കാൻ ചെയ്യേണ്ട കാര്യം 25/14 ഗുണിക്കണം 14/4 ഗുണിക്കണം 5 ആണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയോ? ഇതിന് മുകളിൽ താഴെയായിട്ട് ഒരുപോലെ നമുക്ക് കട്ട് ചെയ്ത് പോലെ ഹരിക്കാൻ പറ്റുന്ന സംഖ്യകളുണ്ടെന്ന് നോക്കുക. ഉദാഹരണം, ഇവിടെ ഒരു 5 ഉണ്ട് അല്ലേ? മേലെ 25 ഉണ്ട്, മുകളിൽ 25 ഉണ്ട്, 25 ഉണ്ട്. അപ്പോൾ ഈ രണ്ടിൽ നോക്കിയാൽ 5 കൊണ്ട് നമുക്ക് ഹരിക്കാമല്ലോ. 5നെ ഞാൻ 5 കൊണ്ട് ഹരിച്ചാൽ ഇവിടെ 1 വന്നു അല്ലേ? 5ന് ഒരു തവണയാണ് 5 എന്നാൽ 25 എത്ര 5 ഉണ്ട്? 5 തവണയുണ്ട് അല്ലേ? അതിന് ഞാൻ ചെറുതാക്കി. ക്ലിയർ? ഇനിതാ ഇവിടെ 4 മേലൊരു 14 ഉണ്ട്. അപ്പോൾ ഇത് രണ്ട് ഇരട്ട സംഖ്യകളല്ലേ? അപ്പോൾ ഞാൻ 14ൻ്റെ പകുതി എടുത്തപ്പോൾ 7 വരിക, 4ൻ്റെ പകുതി 2 വരിക അല്ലേ? ഇനി നിങ്ങൾ എന്ത് ചെയ്യുക? അങ്ങ് ഗുണിക്കുക. 5 ഇതിൻ്റെ അർത്ഥം 25 ഗുണിക്കണം 14 എന്നല്ലേ? കുറച്ച് ചെറിയ രൂപത്തിലായി മാറി 5 ഗുണിക്കണം 7 എന്നായി. തൊട്ട് താഴെയിൽ 2 ഗുണിക്കണം 1 എന്നാണ് ഉള്ളത്. ഇതിൻ്റെ അർത്ഥം 5 ഗുണിക്കണം 7 എന്ന് വെച്ചാൽ 35 ആണ്. 35/2 തന്നെയാണ് അർത്ഥം. 35/2 നിങ്ങൾക്ക് എന്ത് ചെയ്യാം?
ഇതാ നമ്മൾ ഓപ്ഷനെല്ലാം മിശ്ര ഭിന്നത്തിലാണ് ഉള്ളത്. അപ്പോൾ മിശ്ര ഭിന്നത്തിൽ ഇതിപ്പോൾ ചെറിയ നമ്പർ ആയതുകൊണ്ട് 17.5 അതിനെ 17.5 ഇങ്ങനെ എഴുതാം നമുക്ക്. പക്ഷേ അല്ലാതെയാണ് വരുന്നതെങ്കിൽ നമ്മൾ മിശ്ര ഭിന്നത്തിലേക്ക് മാറ്റാൻ അന്ന് കഴിഞ്ഞ ദിവസം പഠിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. എന്ത് ചെയ്യണം? മിശ്ര ഭിന്നം എന്ന് വെച്ചാൽ ഒരു പൂർണ്ണസംഖ്യ ഉണ്ടാവും, പിന്നെ എന്തുണ്ടാവും? ഒരു ഭിന്നസംഖ്യ ഉണ്ടാവും, അംശവും ഛേദമാണ് ഉണ്ടാവുക. അപ്പോൾ ഇവിടുത്തെ ഛേദം എത്രയാണോ അതന്നെയായിരിക്കും നമ്മുടെ പുതിയ സംഖ്യയുടെയും ഛേദമെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? ഇനി എന്ത് ചെയ്യണം? 35 എത്ര 2 ഉണ്ട് എന്നാണ് നോക്കേണ്ടത്. 35 എത്ര 2 ഉണ്ട് നോക്കിയാൽ നിങ്ങൾക്കറിയാം എത്ര വരിക? 17 തവണയാണ് വരിക അല്ലേ? 17 ഗുണിക്കണം 2 34. അപ്പോൾ 17 തവണയാണ് വരിക. അത് നമ്മളിവിടെ പൂർണ്ണസംഖ്യയായിട്ട് എഴുതി. 17 ഗുണിക്കണം 2 34. അപ്പോൾ 35 ആവാൻ ഒന്നും കൂടി വേണം, അതിനെ പിടിച്ച് അംശത്തിൽ എഴുതുക. അപ്പോൾ 17 വരെയാണ് നമ്മുടെ ആൻസർ. ഇതാ ഓപ്ഷനിലേക്ക് വന്നാൽ ഏതാ വരിക? ഓപ്ഷനൊന്നുമില്ല, 17 ഇതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത ഒരു ക്വസ്റ്റ്യനിലേക്ക് വരാം നമുക്കിതാ. നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്. 4/11 എത്ര കൂട്ടിയാൽ 1 ലഭിക്കുമെന്നാണ് ചോദിച്ചത്. നേരത്തെ ചോദിച്ചത് എന്താ? ഒരു മിശ്രഭിന്നം തന്നിട്ട് അതിനോട് ഏത് സംഖ്യ ഗുണിച്ചാലാണ് 1 കിട്ടുകയെന്നാണ് ചോദിച്ചത്. അപ്പോൾ നമ്മളെന്ത് പറഞ്ഞു? അതിന് തിരിച്ചിട്ടാൽ മതി, അതുകൊണ്ട് ഗുണിച്ചാൽ മതി എന്ന്. പക്ഷേ ഇവിടെ കൂട്ടലാണ് വന്നത്. നോക്കിയേ, 4/11 ഇവിടെ ആൻസർ ചെയ്യാൻ മാർക്ക് ചെയ്യാൻ വിട്ടുപോയതാണ്, സോറി. ഇവിടെ തന്നിട്ടുണ്ട്, അത് കുഴപ്പമില്ല, നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട, നമുക്ക് നോക്കാം. 4/11 എത്ര കൂട്ടിയാൽ 1 ലഭിക്കും എന്നാണ് ചോദിച്ചത് അല്ലേ? അപ്പോൾ നോക്കിയേ, ഇപ്പം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് 5 എത്ര കൂട്ടിയാൽ 7 കിട്ടും ഞാൻ നിങ്ങളോട് ചോദിച്ചു. 5 എത്രയോ കൂട്ടിയാൽ എനിക്ക് 7 കിട്ടും. അത് എത്രയാണെന്ന് നോക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? അത് സിമ്പിളായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. 5 2 കൂട്ടിയാൽ 7 കിട്ടും, നമുക്ക് എല്ലാവർക്കും അറിയാം. അല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ 7 നിന്നും ഈ 5 കുറച്ചാൽ പോരെ, അപ്പം നമുക്ക് 2 കിട്ടൂലേ? അതായിരിക്കുമല്ലോ വേണ്ടത്. അല്ലെങ്കിൽ ഇതാ 10 എത്ര കൂട്ടിയാൽ 18 കിട്ടുമെന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ 10 എത്രയോ കൂട്ടിയാൽ 18 കിട്ടുമെന്ന് പറഞ്ഞു. ആ കൂട്ടിയത് കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? 10 8 കൂട്ടിയാലാണ് 18, എല്ലാവർക്കും അറിയാം. അതിന് ഏറ്റവും നല്ലത് എന്താ? ഏറ്റവും വലിയ നമ്പറായി 18 നിന്നും ഈ 10 കുറച്ചാൽ പോരെ, അപ്പോൾ കിട്ടുന്ന 8 കൂട്ടുന്നുണ്ടെന്ന് മനസ്സിലാവും. അതുപോലെയാണെങ്കിൽ 4/11 എത്രയോ കൂട്ടിയാൽ 1 ലഭിക്കും എന്ന് പറഞ്ഞു. അപ്പം നമുക്ക് മനസ്സിലായി 4/11 എത്രയോ കൂട്ടിയാലാണ് 1 ലഭിക്കുക. അപ്പോൾ അത് എത്രയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാം? ഒന്നും നോക്കണ്ടതാ, ഈ 1 നിന്നും എന്ത് ചെയ്താൽ മതി? ഈ 4/11 അങ്ങോട്ട് കുറച്ച് കൊടുത്താൽ മതി. അപ്പം നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ആൻസർ കിട്ടും. 4/11 കുറക്കുക. ഇതിനെന്തെങ്കിലും പണിയുണ്ടോ? നമ്മളിപ്പോൾ മിശ്ര ഭിന്നമൊക്കെ മാറ്റാൻ വേണ്ടി കൂട്ടാൻ പഠിച്ചല്ലേ? അതേപോലെ തന്നെ ഇതാ 1 കുറക്കണം 4/11. ഒന്നും നോക്കണ്ട, എന്ത് ചെയ്യുക? ക്രോസ് ആയിട്ട് ഗുണിക്കുക. 1 ഗുണിക്കണം 11 എത്ര വരിക? 1 ഗുണിക്കണം 11 വെച്ചാൽ 11. നേരത്തെ നമ്മൾ മിശ്ര ഭിന്നത്തിൽ നിന്ന് മാറ്റുമ്പോൾ ഇവിടെ കൂട്ടാനാണ് ഉണ്ടായത്. കുറക്കലായതുകൊണ്ട് ഇതാ നേരെ കുറക്കണം എന്നൊരു ചിഹ്നം ഇടുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഈ 4 അതുപോലെ എഴുതുക, തൊട്ട് താഴെ അതേ 11 കൊടുക്കുക അല്ലേ? 11 4 എത്ര വരിക? 11 4 7 തൊട്ട് താഴെ 11. അപ്പോൾ 7/11. അങ്ങനെയാണ് ഇവിടെ ആൻസർ 7/11 ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ 4/11 എത്ര കൂട്ടിയാൽ 1 ലഭിക്കുമെന്നാണ് ചോദിച്ചത്. അങ്ങനെ ചോദിച്ചാൽ നിങ്ങൾ ലോജിക്കായിട്ട് ഉപയോഗിച്ചിട്ട് ചെയ്യുക. നിങ്ങളിങ്ങനെ ശ്രദ്ധിച്ചാൽ ഈ മേലെ ഞാൻ പറഞ്ഞ എക്സാമ്പിൾ പോലെ ആലോചിച്ച് നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? വളരെ എളുപ്പത്തിൽ കിട്ടും. ഈ 4/11 കുറച്ച് ചെറുതാണല്ലോ, ആ ചെറുതിനോട് ഏതോ ഒരു സംഖ്യയും കൂടി കൂട്ടുമ്പോഴാണ് നമുക്ക് ശരിക്കും എന്ത് കിട്ടുക? വലിയൊരു സംഖ്യ ആയിട്ടുള്ള 1 കിട്ടുക. മനസ്സിലായില്ലേ? അപ്പോൾ അത് എത്രയാണെന്ന് നോക്കാം. ഒന്നും ചെയ്യേണ്ടി, വലിയ സംഖ്യ 1 നിന്നും അത് കുറച്ചാൽ മതി. അപ്പോൾ ആൻസർ കിട്ടി. അപ്പോൾ കുറക്കേണ്ട മനസ്സിലായി വിചാരിക്കുന്നു, ഒന്നുമില്ല. ക്രോസ് ആയിട്ട് നമ്മൾ കൂട്ടാൻ പഠിച്ച പോലെ തന്നെയാണ്. 2 കൂടെ ഗുണിക്കുക, എന്നിട്ട് അതിൽ നിന്ന് കുറക്കാനാണ് പറയുന്നതെങ്കിൽ അത് കുറക്കുക, അത്രയേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ അതുപോലെ മറ്റൊരു ചോദ്യമാണ്. 4/1/5 എത്ര കൂടുതലാണ് 8? 4/1/5 എത്ര കൂടുതലാണ് 8 എന്നാണ് ചോദിച്ചത്. അപ്പോൾ 4/1/5 എന്ന് പറഞ്ഞൊരു സംഖ്യയുണ്ട്, അതിനേക്കാൾ എത്ര കൂടുതലാണ് 8 എന്നാണ് ചോദിച്ചത്. ഞാനിത് എങ്ങനെ ചോദിക്കുന്നു? 10 എത്ര കൂടുതലാണ് 15 എന്ന് ഞാൻ ചോദിച്ചു. 10 എത്ര കൂടുതലാണ് 15? അപ്പോൾ 15 വലിയ നമ്പർ അല്ലേ? ആ വലിയ നമ്പർ കിട്ടണമെങ്കിൽ 10 എത്രയോ കൂട്ടിയിട്ടുണ്ട്, അതാണല്ലോ ഇതിൻ്റെ അർത്ഥം. 10 എത്ര കൂടുതലാണ് 15? അപ്പോൾ 10 എത്രയാണെന്ന് ചോദിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? വലിയ നമ്പറായ 15 നിന്നും ഈ 10 കുറച്ചാൽ പോരെ, അപ്പോൾ കിട്ടുന്ന 5. അപ്പോൾ നമുക്ക് പറയാം 10 5 കൂടുതലാണ് 15 അല്ലേ? അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ചോദിക്കുന്നു 21 എത്ര കൂടുതലാണ് 30 എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? ആ വലിയ നമ്പറായ 30 നിന്നും ഈ 21 കുറച്ചാൽ പോരെ അല്ലേ? സിമ്പിൾ അല്ലേ? വലിയ നമ്പറായ 30 നിന്നും 21 കുറച്ചാൽ നമുക്ക് കിട്ടുന്ന 9 അല്ലേ? 9 ആൻസർ വരിക. ആ 9 കൂടുതൽ. അങ്ങനെയാണെങ്കിൽ അതുപോലെ തന്നെ അല്ലേ? നോക്കിയേ, 4/1/5 എത്ര കൂടുതലാണ് 8 എന്നാണ് ചോദിച്ചത്. അപ്പോൾ നമ്മൾ എന്ത് തന്നെ ചെയ്താൽ മതി? ഈ 8 നിന്നും ഈ 4/1/5 കുറച്ചാൽ പോരെ. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ ഇതാ, വളരെ സിമ്പിളാണ്, ഒരു പണിയുമില്ല. നോക്കിയേ, 8 നിന്നും എന്ത് ചെയ്യുക? ആ 8 നിന്നും ആ 4/1/5 നിങ്ങൾ കുറക്കണം. അത് എത്രയാണെന്ന് നോക്കിയാൽ മതി. ഇത് നമുക്ക് കുറക്കൽ കുറച്ച് ബുദ്ധിമുട്ടാണ്, കാരണം 4/1/5 മിശ്ര ഭിന്നമാണ്. അതിനെന്ത് ചെയ്യുക? 8 കുറക്കണം. 4/1/5 നിങ്ങൾ എന്ത് ചെയ്യുക? നേരെ വിഷമ ഭിന്നത്തിലേക്ക് മാറ്റുമോ? അതും നമ്മൾ പഠിച്ചു. ക്രോസ് ഗുണനം. 4 ഗുണിക്കണം 5 20. ഇവിടെ മിശ്ര ഭിന്നമാണ്, കൂട്ടലാണ്. അപ്പോൾ 21 കൂട്ടി 21/5 വരിക അല്ലേ? അപ്പോൾ 8 നിന്നും 21/5 നിങ്ങൾ കുറച്ചാൽ മതി.
ഇനി കുറക്കാൻ പണിയുണ്ടോ? ഇല്ല. ഇവിടെ മിശ്ര ഭിന്നം നമ്മളിതാ ഇത് 4 കൂട്ടണം 1/5 ആയതുകൊണ്ട് ഇങ്ങനെ കൂട്ടി എഴുതിയത്. ഇവിടെ കുറക്കലായതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഇതേപോലെ ഗുണിക്കുക. 8നെ ക്രോസ് ആയിട്ട് ഗുണിക്കുക. 8നെ ക്രോസ് ആയിട്ട് നിങ്ങൾ ഗുണിക്കുക. 8 ഗുണിക്കണം 5 എത്ര വരിക? 8 5 40 ആണ്. അതിൽ എന്താ ഇവിടെ കുറക്കാനായതുകൊണ്ട് കുറക്കണം എന്നുള്ള ചിഹ്നം ഇട്ടു. ഇവിടെ 21 അതുപോലെ എഴുതുക. തൊട്ട് താഴെ ഛേദം എത്രയാണോ അതുപോലെ എഴുതുക. 40ൽ നിന്നും 21 പോയാൽ നമുക്ക് എത്ര കിട്ടും? 40ൽ നിന്നും 21 പോയാൽ എത്ര വരിക? 19 അല്ലേ? 19/5 ആണ് നമ്മുടെ ഉത്തരം. നമ്മൾ വളരെ സന്തോഷത്തോടുകൂടി ഓപ്ഷനിലേക്ക് പോകുമ്പോൾ അവിടെ നോക്കിയാൽ നമ്മളെ തെറ്റിക്കാനായിട്ട് 19/5 പകരം മിശ്ര ഭിന്ന രൂപത്തിലാണ് തന്നിട്ടുള്ളത്. അപ്പോൾ വീണ്ടും പണി കിട്ടി. നമ്മൾ എന്ത് ചെയ്യണം? 2 ഓപ്ഷനാണ്. ഒന്നെങ്കിൽ ഈ തന്നിരിക്കുന്നതിൽ ഏതാണ് 19/5 നിങ്ങൾക്ക് നോക്കാം. ഇതിനെ വേഗം കൺവേർട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? വിഷമ ഭിന്നത്തിലേക്ക് മാറ്റാൻ പറ്റുന്നവരുണ്ടെങ്കിൽ മെൻ്റൽ കാൽക്കുലേഷൻ വഴി ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്തിട്ട് നിങ്ങൾക്ക് വേഗം എഴുതാം. അല്ലെങ്കിൽ ഇതിനെന്ത് ചെയ്യാം? മിശ്ര ഭിന്നത്തിലേക്ക് മാറ്റുക. 19/5 മിശ്ര ഭിന്നത്തിലേക്ക് മാറ്റാമല്ലോ. വളരെ എളുപ്പമല്ലേ? നോക്കിയേ, 5 ഞാൻ ആദ്യം എഴുതി. ഇതാ ഇവിടെ നമുക്കൊരു അംശം വേണം, ഒരു പൂർണ്ണസംഖ്യ വേണം. 19ൽ എത്ര തവണ 5 പോകുമെന്ന് നോക്കിയാൽ മതി. 19ൽ എത്ര 5 പോകും? 1 5 ആണ് 5 ആണ്. 2 5 10 3 5 15 4 എണ്ണം 20. അപ്പോൾ 4 വരില്ല എന്തായാലും. അപ്പോൾ 3 അല്ലേ? അപ്പോൾ 3 എന്ന് എഴുതാം. 3 ഗുണിക്കണം 5 15 ആണ്. നമുക്ക് വേണ്ടത് 19 ആണ്. അപ്പോൾ 15നോട് എത്ര കൂട്ടിയാലും 19 ആകുമോ നോക്കിയാൽ മതി. 4 അല്ലേ? അതാ 3 4/5. അപ്പോൾ നമ്മൾ ആൻസർ എഴുതാം 3 4/5 ആണ്. ഇതാ ഓപ്ഷൻ സി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ഓക്കെ, ഇതൊക്കെയാണ് ഓരോരോ ടൈപ്പ്. നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ കിട്ടും. അടുത്ത ഒരു ടൈപ്പ് ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇതാ അരാഹരിക്കണം അര സമം എത്ര എന്നാണ്. ഒരുപാട് ഭിന്നസംഖ്യ ഇങ്ങനെ ഹരിക്കാൻ എഴുതിയിട്ടുള്ളത്. ഇതിൻ്റെ ഐഡിയ കിട്ടി ആരും കൊണ്ടുവന്ന് വേഗം പറഞ്ഞത്. നമ്മൾ അന്ന് പറഞ്ഞിട്ടുണ്ട് ഭിന്നസംഖ്യകൾ തമ്മിൽ ഹരിക്കേണ്ട ട്രിക്കൊക്കെ നമ്മൾ അന്ന് പഠിച്ചാണ്, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ്. അപ്പോൾ എന്ത് ചെയ്യണം? ഭിന്നസംഖ്യകൾ തമ്മിൽ ഹരിക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഒന്ന് പറയാൻ പറ്റുന്നുണ്ട്. ഓക്കെ, എന്ത് ചെയ്താൽ മതി? വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുമല്ലോ. എന്ത് ചെയ്യേണ്ടേ പറഞ്ഞേ? ഭിന്നസംഖ്യകൾ തമ്മിൽ ഹരിക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു സംശയം വേണ്ട. ഇതിപ്പോൾ എന്തൊക്കെയോ സംശയങ്ങൾ വരും നമ്മൾ ചിലപ്പോൾ. അരയാണ് 0.5 അതിനെ വീണ്ടും ഹരിക്കണം എന്നെല്ലാം പറയുമ്പോൾ കൺഫ്യൂഷൻ വരുന്ന ചില ആളുകളുണ്ടാവും. അതിന് ഏറ്റവും നല്ലത് ഇങ്ങനെ ഒരുപാട് ഭിന്നസംഖ്യകളുടെ ഹരണങ്ങൾ ഇങ്ങനെ എഴുതി പോകുന്നുണ്ട്. നിങ്ങളൊന്നും നോക്കണ്ട. ഫസ്റ്റുള്ള ഭിന്നസംഖ്യ ഇങ്ങോട്ട് എഴുതുക. നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ പഠിച്ചാണ് ഗുണന വിപരീ പഠിച്ചില്ലേ? ഇതാ നമ്മൾ പറഞ്ഞിട്ട് 2 ഭിന്നസംഖ്യകൾ 1/2 ഹരിക്കണം 1/4 ആണെങ്കിൽ എന്ത് ചെയ്യണം എന്നാണ് പറഞ്ഞത്? 2 ഭിന്നസംഖ്യകൾ ഹരിക്കാൻ പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യം ആദ്യത്തെ ഭിന്നസംഖ്യ അതുപോലെ എഴുതി. എന്നിട്ട് എന്ത് ചെയ്യണം? അതിനെ വിൽക്രമം കൊണ്ട് ഗുണിക്കണം എന്നല്ലേ പറഞ്ഞത്? 4/1 എന്ന് എഴുതി ഗുണിച്ചാൽ മതി. നമ്മൾ പഠിച്ചു. അതുപോലെ ഇവിടെ ഇത് ആദ്യത്തെ ഭിന്നസംഖ്യ എഴുതുക. ബാക്കിയല്ല ഹരണം എന്നുള്ള ചിഹ്നം മാറ്റി ഗുണനം എന്നാക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? 1/2 പകരം എന്ത് ചെയ്യുക? തലതിരിച്ച് എഴുതുക. 2/1 എന്ന് എഴുതുക. വീണ്ടും അടുത്തതും അങ്ങനെ തന്നെയാണ്. ഹരിക്കണതിന് പകരം ഗുണിക്കണം എന്നാക്കുക. നേരെ 1/2 പകരം 2/1 എന്ന് എഴുതുക. ഇനി എന്ത് ചെയ്യും? ഇതെല്ലാം ഗുണിച്ച് നമ്മൾ ഉത്തരം കിട്ടി. 2 രീതി ചെയ്യാം. ഒന്നെങ്കിൽ ഇത് അച്ചറവറ അംശങ്ങളെല്ലാം ഗുണിക്കുക, ഛേദങ്ങളെല്ലാം ഗുണിച്ചങ്ങ് എഴുതിയാൽ മതി. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ഇവിടുന്ന് കട്ട് ചെയ്ത് കളയാനും പറ്റും. കട്ട് ചെയ്ത് കളയുമ്പോൾ കൺഫ്യൂഷൻ വരുന്നവരായതുകൊണ്ട് ഞാൻ വേണമെങ്കിൽ എന്ത് ചെയ്യാം? എല്ലാം ഗുണിച്ച് കാണിച്ചു തരാം. ഇതാ 1 ഗുണിക്കണം 2 ഗുണിക്കണം 2 എത്ര വരുക? 1നെ പിന്നെ ഗുണിച്ചിട്ട് കാര്യമില്ല. 2 ഗുണിക്കണം 2 എന്ന് വെച്ചാൽ 4 ആണ് അല്ലേ? 4 വരിക. അതാ വേണമെങ്കിൽ ഒന്ന് ഒരുമിച്ച് എഴുതാം. അംശങ്ങളെല്ലാം ഒരുമിച്ച് എഴുതിയാൽ ഇങ്ങനെയാണ് വരിക. ഛേദങ്ങളെല്ലാം ഒരുമിച്ച് എഴുതിയാൽ ഇതാ ഇങ്ങനെയാണ് വരിക. ഇവിടുന്ന് 2 രീതിയാണ്. ഒന്ന് ഈ 2 കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് അങ്ങ് എഴുതാം. അല്ലെങ്കിൽ എന്ത് ചെയ്യുക? ഈ പറഞ്ഞ പോലെ ഇതാ 2 ഗുണിക്കണം 2 4 ആണ്. 2 ഗുണിക്കണം 1 ഗുണിക്കണം 1 വെച്ചാൽ 2 ആണ്. 4 ഹരിക്കണം 2 വെച്ചാൽ 2 ആണ് ഉത്തരം അല്ലേ? നമ്മുടെ ആൻസർ 2 ആണ് വരിക. ഇനി ഇങ്ങനെയല്ലേ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ സ്റ്റെപ്പ് തന്നെ ഇതാ ഈ 2നെ ഇവിടുന്ന് കട്ട് ചെയ്യാം. ബാക്കി ഇവിടെ 2 ഉള്ളൂ. അതിനങ്ങ് എടുത്ത് എഴുതിയാലും മതി. മനസ്സിലായില്ലേ? അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് മനസ്സിലായി. ഹരിക്കാൻ ഇങ്ങനെ ചർവറാ ഹരണം എഴുതിയാൽ ഒന്നും നോക്കണ്ട. ഫസ്റ്റത്തെ എഴുതുക. ബാക്കിയെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം? ഗുണിക്കണം എന്നുള്ള ചിഹ്നം വെച്ചിട്ട് അങ്ങ് എഴുതി വിട്ടാൽ മതി. മനസ്സിലായില്ലേ? അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്ന് ഉൾപ്പെടുത്തിയിട്ടുള്ള ചോദ്യങ്ങൾ. ഇനിയും ചെയ്താൽ കുറേ മണിക്കൂറുകളാവും. അപ്പോൾ നമ്മൾ അധികം സമയം കളയേണ്ട, നിങ്ങൾക്കും ബോറടിക്കും. അപ്പോൾ ഈ ചോദ്യങ്ങളെല്ലാം ഒന്ന് വൃത്തി പഠിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? അടുത്ത ദിവസം നമുക്ക് കുറച്ച് കൂടുതൽ ചോദ്യങ്ങൾ ബാക്കിയുള്ളത് ഡിസ്കസ് ചെയ്ത് പോകാം. ഓക്കെ, അടുത്ത ദിവസം കാണാം. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. നിങ്ങൾ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ എഴുതണം. നമ്മളിതാ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കുറച്ച് സമയങ്ങൾ കളഞ്ഞിട്ട് തന്നെയാണ് ക്ലാസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെ നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ സ്വീകരിക്കും. നിങ്ങൾ പറയുമ്പോഴാണ് കുറച്ചും കൂടി നമുക്ക് ചെയ്യാനുള്ള ഒരു ഇത് വരിക. ഓക്കെ, അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം, ഫ്രണ്ട്സിൻ്റെ ഷെയർ ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്കിനി കമൻറ്റ് ചെയ്യാൻ മടിയുള്ളവർക്ക് വേണമെങ്കിൽ നമ്മളിൽ കാണുന്ന കാര്യങ്ങൾ വഴി പേഴ്സണലായിട്ടുള്ള മെസ്സേജസും നിങ്ങൾക്ക് അയക്കാം. ഓക്കെ.